Election Puram, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ലക്ഷം പൂരം തുടരുന്നു. പൊന്നാനിയിലേക്ക് കടക്കുന്നു. പൊന്നാനി കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 18 തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ 3 തവണ മാത്രം ഇടത് പ്രതിനിധികളെ അയച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അതല്ലാത്ത സമയത്തെല്ലാം ലീഗിന്റെ സ്വന്തം ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്ന് പോലും വിശേഷിപ്പിക്കുന്നതാണ് ഈ മലപ്പുറവും പൊന്നാനിയും ഒക്കെ. അവിടെയാണ് കഴിഞ്ഞ തവണ 1,93,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയ ആളാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ഇത്. അതിൽ 3 തവണ ഹാട്രിക് വിജയം നേടിയ ഇ.ടി. മാറിക്കൊണ്ട് സമദാനി എത്തുന്ന ഒരു സമവാക്യ മാറ്റം അതിന് ലീഗിന് കൃത്യമായ വിശദീകരണം ഉണ്ടായിരുന്നു. അവരവരുടെ അതാത് സ്ഥാനാർത്ഥികൾക്ക് അവരവരുടെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കുവാനുള്ള അവസരം ഒരുക്കിയതാണ്. അല്ലാതെ അതൊരു ഭയപ്പാടിന്റെ പ്രശ്നമൊന്നും അതിലില്ല എന്ന്. അത് മാത്രമല്ല, അബ്ദുൾ സമദ് സമദാനി വന്നതോടുകൂടി പൊന്നാനി കൂടുതൽ സുരക്ഷിതമായിരിക്കുന്നു ലീഗിന് വേണ്ടി എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. പക്ഷേ 2014 ഇവിടെ ഒരു വലിയ ഫൈറ്റ് വന്നതാണ്. അന്ന് വി അബ്ദുൾ റഹ്മാൻ മത്സരിച്ച സമയത്ത് ഇ.ടിക്ക് കഷ്ടിച്ച് 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കാൻ കഴിഞ്ഞത്. 2014-24 ആവർത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇടതുപക്ഷത്തെ മുമ്പ് ലീഗായിരുന്ന കെ.എസ്. ഹംസയെ തന്നെ മത്സരിപ്പിക്കുവാനാണ് ഇത്തവണ നോമിനിയാണ് എന്ന് പറയപ്പെടുന്ന ഒരാൾ കൂടിയാണ് കെ.എസ്. ഹംസ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുജാഹിദിന്റെ സ്വാധീനമുള്ള ഇ.ടിയെ മാറ്റുക എന്നുള്ള ആവശ്യം. സമസ്തയുടെ വോട്ടുകൾ കുറച്ചെങ്കിലും കിട്ടിയാൽ പോലും ഹംസയ്ക്ക് എത്രമാത്രം അവിടെ മുന്നേറാൻ കഴിയുമെന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. മാത്രമല്ല, അബ്ദുൾ സമദ് സമദാനി എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വലിയ ആൾക്കൂട്ടം വരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണ മികവ് അതും സഹായിക്കും. ഒരു ഫാൻ ബേസ് ഉള്ള ആൾ കൂടിയാണ്. നടത്തിയിരിക്കുന്ന ഒരു പരീക്ഷണമുണ്ടല്ലോ, അതായത് സ്വതന്ത്രനെ മാറ്റിക്കൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുക. അത് എ കെ ബാലൻ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ചിഹ്നം സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ് സ്വതന്ത്രനായിട്ട് കൂടി അദ്ദേഹത്തെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. പരമാവധി എത്ര വോട്ടുകൾ നേടും എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. നിവേദിത സുബ്രഹ്മണ്യം ബി.ജെ.പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ബി.ജെ.പിക്ക് പരമാവധി വോട്ടുകൾ അവിടെ കൂട്ടുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ അവസരത്തിൽ പോലും 1,00,000-ലധികം വോട്ടുകൾ 2019 നേടാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി എന്നുള്ളത്. വളരെ ഇപ്പോൾ ഈ പൊന്നാനി ലീഗിന്റെ കോട്ട എന്ന് പറയുമ്പോഴും നിയമസഭാ മണ്ഡലങ്ങളിൽ എടുത്താൽ ഈ 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ടതാണ്. പക്ഷേ അത് 2024 സ്വാധീനിക്കില്ല എന്നുള്ള കാര്യമാണ് മറ്റൊരു വിലയിരുത്തലായിട്ട് ഉള്ളത്. അബ്ദുൾ സമദ് സമദാനി, കെ.എസ്. ഹംസ, നിവേദിത സുബ്രഹ്മണ്യൻ 3 സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങൾക്ക് ശേഷം CV അനുമോദ് നമുക്കൊപ്പമുണ്ട്. പൊന്നാനിയുടെ വിശകലനങ്ങളുമായി അനുമോദിലേക്ക് വരാം. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ അബ്ദുൾ സമദ് സമദാനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇനിയും വിരലെണ്ണാവുന്ന ദിവസം മാത്രമാണുള്ളത്. എങ്ങനെയാണ് പ്രചരണം? നമുക്ക് നല്ല ഭൂരിപക്ഷം ജനങ്ങൾ നല്ല ഭൂരിപക്ഷം നൽകും. അത് അവരെ മനസ്സിലുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അത്രയെന്ന് പറയുന്നത് ഞാൻ സാധാരണ പറയാറില്ല. പക്ഷെ പൊന്നാനി ഇത്തവണ അത്ഭുതപ്പെടുത്തുന്ന ഭൂരിപക്ഷത്തോടെ ആയിരിക്കും ജനങ്ങൾ, എതിരാളികളെ അത്ഭുതപ്പെടുത്തുന്ന ഭൂരിപക്ഷമായിരിക്കും ജനങ്ങൾ UDF-ന് നൽകുക. മറുവശത്ത് വോട്ട് ചോർച്ച ഉണ്ടാവുന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും എല്ലാ ഭാഗത്തുനിന്ന് UDF-ന്റെ ചട്ടിയിലേക്ക് ഇങ്ങനെ ചോർന്ന് ഇങ്ങനെ വീണ് എപ്പോഴും അങ്ങനെയാണ്. UDF പൊന്നാനി വലിയ ഒച്ചമുളിയൊക്കെ ഉണ്ടായ കാലത്ത് UDF-നെ എങ്ങനെ കരുത്തോടെ കയ്യിന്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ നിലനിർത്തി സംരക്ഷിച്ച പാരമ്പര്യമാണ് പൊന്നാനിയുടെ ചരിത്ര പാരമ്പര്യം. അത് ഇത്തവണ കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കും. അവർ ഈ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ വ്യക്തിയോട്, ഈ എളിയവനോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഞാനതിന് വളരെ വികാരാധീനനായി പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. വളരെ ബഹുമാനിച്ചിട്ട് വേണം എനിക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ. പൊന്നാനി ഇത്തവണ അത്ഭുതങ്ങൾ ഉണ്ടാകും, മികച്ച ഭൂരിപക്ഷം നേടുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അഖിലോട്ട് പറയപ്പം CV അനുമോദ്, ന്യൂസ് 18. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ശ്രീ കെ.എസ്. ഹംസയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ആദ്യം വന്ന അവസ്ഥയും ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയും എത്രമാത്രം വ്യത്യാസം? വലിയ മാറ്റമുണ്ട്. ആദ്യം ഇവര് വേറെ എന്തൊക്കെയോ അങ്ങനെ ഒരാളെ ഇറക്കുമതി ലീഗിൽ നിന്ന് പോകുന്ന ഒരാളെ അങ്ങനെ ധരിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല.
ഇപ്പം അവരെന്നെ ശരിക്ക് പൊന്നാനിയുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത തന്നെ പറഞ്ഞു, ഞങ്ങൾ ആരെയും വോട്ട് മാറ്റാൻ പറഞ്ഞിട്ടില്ല, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം എന്നുള്ളത് സമസ്തയ്ക്ക് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നു. എന്താണ് ഈ തരത്തിലുള്ള ഒരു സാധ്യതകൾ ഇപ്പോൾ? ഇതൊക്കെ സ്വാഭാവികമാണ്. സമസ്തക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയുള്ളൂ. ഔദ്യോഗികമായി സമസ്തക്കാർ ഒക്കെ ഒന്നിച്ച് മറിഞ്ഞ് എനിക്ക് വോട്ട് ചെയ്യുമെന്നൊന്നും ഞാൻ ഒരു സമയത്തും പറഞ്ഞിട്ടില്ല, ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷെ ലീഗിന് വോട്ട് ചെയ്തിരുന്നവർ എന്നാണ് എൻ്റെ എല്ലാ കാലത്തെയും എൻ്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ എൻ്റെ നെഗറ്റീവ് അതാണ് കേട്ടോ. ലീഗിന് വോട്ട് ചെയ്തിരുന്ന നല്ലൊരു വിഭാഗം ആളുകൾ, യൂത്ത് ലീഗ് അടക്കം, ഏറ്റവും ഒടുവിലായിട്ടൊരു കണക്കുകൂട്ടൽ നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ഞങ്ങൾ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. എല്ലാ അസംബ്ലി സെഗ്മെന്റിലും ഞങ്ങൾ ലീഡ് നേടും. 47 വർഷത്തിന് ശേഷം പൊന്നാനി ചുവക്കും എന്ന് തന്നെ അങ്ങ് ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. തീർച്ചയായും പൊന്നാനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. പൊന്നാനിയിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രചരണം അവസാന ഘട്ടത്തിലാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി ശ്രീ നിവേദിതയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ പ്രചരണം അതിന്റെ അവസാന ലാപ്പിലെത്തി. ഇനി വിരലെണ്ണാവുന്ന ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. എങ്ങനെയാണ് അവസാനവട്ടത്തെ പ്രതീക്ഷ? തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം വികസനം ആഗ്രഹിക്കാത്തവരും ക്ഷേമ പദ്ധതികൾ ഇവിടെ എത്തണമെന്ന് ആഗ്രഹിക്കാത്തവരും കേരളത്തിൽ എന്നല്ല ഭൂമിയിൽ തന്നെ എവിടെയും ഉണ്ടാവില്ല. അതുകൊണ്ട് പൊന്നാനിയിലും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. അവർക്ക് മുമ്പിൽ വെക്കാൻ കൃത്യമായിട്ടുള്ള പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങളോടൊപ്പം നിൽക്കും ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പൗരത്വ ബിൽ ഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധവും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലബാറിലെ, പ്രത്യേകിച്ച് പൊന്നാനിയൊക്കെ. ഇതൊക്കെ എങ്ങനെ ആകും തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുക എന്നാണ് കരുതുന്നത്? ഇപ്പൊ CAA കുറിച്ചായാലും അതുപോലെ തന്നെ സാമ്പത്തിക ഉപരോധം, ഇതൊക്കെയാണ് നിങ്ങൾ LDFന്റെ ഒക്കെ ഇത് വായിക്കുന്നുണ്ടാവുമല്ലോ, അഭ്യർത്ഥനയൊക്കെ. അതുപോലെ തന്നെ UDFും. അപ്പോൾ അവർക്ക് മുമ്പിൽ, നമുക്ക് മുമ്പിൽ വെക്കാൻ മറ്റൊന്നുമില്ല. അഴിമതിയുടെ രാഷ്ട്രീയത്തെ മാറ്റി ഇപ്പോൾ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് നരേന്ദ്രമോദി മുമ്പിൽ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ള ഒരു പേടിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥയുമായിട്ട് വരുന്നത്. എന്താണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നിമിഷം വരെയും പ്രവർത്തിക്കുന്നത്. ഇനി ഫലം ജൂൺ 4-ാം തീയതി കാണട്ടെ. ആത്മവിശ്വാസത്തോടെ പ്രചരണത്തിൽ മുന്നേറുകയാണ് നിവേദിത. എന്താണെങ്കിലും ഈ പ്രചരണത്തിന് ഫലം കിട്ടുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അപ്പോൾ ഈ പൊന്നാനിയിൽ ഇപ്പോൾ ഹംസയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹംസ പറയുന്നത് ലീഗിന്റെ വോട്ടുകൾ എനിക്ക് കിട്ടണം, എനിക്ക് തരണം എന്നുള്ള കാര്യമാണ് ഹംസ ആവശ്യപ്പെടുന്നത്. കാരണം അത് സ്വാഭാവികമാണ്. അദ്ദേഹം നേരത്തെ ലീഗിന്റെ നേതാവായിരുന്നു, ലീഗിൽ നിന്ന് വന്നയാളാണ്. അതുകൊണ്ട് തന്നെ അതേ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ ഈ സമസ്തയുടെ മുഴുവൻ വോട്ടുകളും എനിക്ക് കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല എന്നാണ്. അങ്ങനെ അല്ല, സമസ്ത തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു, സമസ്തയുടെ വോട്ടുകൾ കുറെ ഹംസയിലേക്ക് പോകുമെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അവിടെ ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഈ സമദാനിയെ തഴഞ്ഞിട്ടുള്ള ഒരു കാര്യമൊന്നും അവിടെ പൊന്നാനിയിൽ സംഭവിക്കാൻ പോകുന്നില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ അൻവറിന് സംഭവിച്ച ആ ഒരു ദുര്യോഗമുണ്ടല്ലോ, 1,93,000 വോട്ടിന്റെ കനത്ത തോൽവി, അതിലേക്ക് ഹംസ പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ. അതെ, BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതം കൂട്ടാൻ കഴിയുമോ? ഇതിനിടയിലെല്ലാം ഈ 1,00,000-ന് മുകളിൽ വോട്ടുകൾ വീട്ടിനമ്മയ്ക്ക് 2019 കിട്ടിയ ഒരു അതിൽ നിന്ന് പരമാവധി എത്ര നേടുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് തിരികെ എത്താം. ഇതിന്റെ വിശകലനങ്ങളുമായി CV അനുമോദ് തന്നെ നമുക്കൊപ്പം ചേരും. എന്താണ് ഏറ്റവും ലാസ്റ്റ് ട്രെൻഡ് എന്നറിയാനായി അനുമോദിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക്. പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞു. നമ്മുടെ ഒരു ഇലക്ഷൻ പൂരത്തിലേക്ക് വീണ്ടും സ്വാഗതം. പൊന്നാനി മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. എന്തായാലും ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് പൊന്നാനി മണ്ഡലത്തിലെ അജണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ LDFന്റെ ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, ന്യൂനപക്ഷ സംരക്ഷണം നടത്തുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം സാധ്യമാവുകയുള്ളൂ എന്ന്. അത് പൊന്നാനി മണ്ഡലത്തിലും LDF ആ കാർഡ് ഇറക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്ന് PK കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകുകയുണ്ടായി. എന്താ അവരവരുടെ പാർട്ടിയെ സംരക്ഷിച്ചിട്ട് മതി ന്യൂനപക്ഷ സംരക്ഷണത്തിന് ഇറങ്ങാനെന്ന്. കാരണം അപ്പോൾ LDFന്റെ ആ അജണ്ട പൊളിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഞങ്ങളില്ലെങ്കിൽ ഇവിടെയുള്ള ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരാവുന്നതാണ്. ഇവിടുത്തെ ന്യൂനപക്ഷം രണ്ടാം തരം പൗരന്മാരാവുന്നു എന്ന് പറയാൻ ഇവരാരാണ് എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഇവരെ കൊണ്ടുവരുന്നതിന് എന്ത് അധികാരമുള്ളത്? അതിനാത്രം വലിപ്പം വർക്കുണ്ടോ? ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കല് പോയിട്ട് എന്റെ അഭിപ്രായത്തില്
ഇന്ത്യ രാജ്യത്ത് അവർക്ക് അവരുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ന്യൂനപക്ഷം അങ്ങനെ ഒരു ചിന്ത വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വേണ്ട. ഒന്നാം തരം പൗരന്മാര് തന്നെയാണ്, നിങ്ങളുടെ സൗജന്യത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം തുല്യപരിഗണനയോടുകൂടി ഒന്നാം തരം പൗരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളത്. CV അനുമോദ് ചേരുന്നു. ലീഗ് വിരുദ്ധ വോട്ടുകൾ, സാമുദായിക വോട്ടുകൾ ഇതെല്ലാം ലഭിക്കുമെന്നുള്ള KS ഹംസയുടെ പ്രതീക്ഷ എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അനുമോദ്, ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു മണ്ഡലം പൊന്നാനിയെ അങ്ങനെയല്ലേ കണക്കാക്കേണ്ടത്? അനുമോദ്, ഒരു കാര്യം കൂടി, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിഷയമുണ്ടല്ലോ, ഈ രണ്ടാം കിട പൗരന്മാരായി മാറേണ്ടി വരും മുസ്ലിം വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമൊക്കെ LDFന് വോട്ട് ചെയ്തില്ലെങ്കിൽ. ഇങ്ങനെ ഒരു പരസ്യം തന്നെ കൊടുത്തിരിക്കുകയാണല്ലോ LDF. ഇതിനെ ഇപ്പോൾ നേരിടുകയാണല്ലോ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ചെയ്യുന്നത്. അങ്ങനെ ന്യൂനപക്ഷ സംരക്ഷകരായി അവതരിക്കേണ്ട LDF എന്നുള്ള കൃത്യമായ സന്ദേശം നൽകുന്നുണ്ടല്ലോ. പൊന്നാനി അതിൻ്റെ ഒരു ഉരസി നോക്കുന്ന ഒരു ശാല കൂടിയായി മാറുകയാണല്ലോ. എന്തായാലും തീർച്ചയായും മഞ്ജുഷ്, അപർണ, നമുക്കറിയാം പൊന്നാനി കാലങ്ങളായിട്ട് UDFന്റെ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് പാർലമെന്റിൽ. ഇത്തരത്തെ പ്രചരണത്തിന്റെ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് സുപ്രഭാതം പത്രത്തിൽ കഴിഞ്ഞ ദിവസം LDF പുറത്തിറക്കിയ ആ പരസ്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ സമയത്ത് മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒന്ന്. സമസ്തയിലാണ് ഈ ഒരു പരസ്യം വന്നിട്ടുള്ളത്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, LDF ഏറ്റവും അധികം വോട്ട് ലഭിക്കുമെന്ന് കരുതുന്നത് സമസ്തയടക്കമുള്ള ലീഗിന് കാലങ്ങളായി വോട്ട് ചെയ്യുന്നവരിലാണ്. ഇന്നലെ ആ പത്രം കത്തിച്ചത് ഒരു ലീഗ് നേതാവാണെന്ന് KT ജലീലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിലിട്ടിരുന്നു. അത്തരത്തിൽ ലീഗിനുള്ളിൽ നിന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന കണക്കുകൂടലിൽ തന്നെയാണ് LDF ഇപ്പോഴും ഉള്ളത്. അതിൽ സമസ്ത വരും, ലീഗ് വരും, ലീഗ് നേതൃത്വത്തോടുള്ള വിരോധമുള്ളവർ വരും. അത്തരത്തിലാണ് ഹംസയുടെ കണക്കുകൂട്ടുന്നത്. പക്ഷെ നമുക്കറിയാം 2014 ഒഴിച്ചു നിർത്തിയാൽ വലിയ പോരാട്ടം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ LDF നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഈ പ്രചരണത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്. ഒന്ന്, മറുവശത്ത് സമദാനിയാണ്. സമദാനിയെ സംബന്ധിച്ച് മുഖവുരകൾ വേണ്ട, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രഭാഷകൻ, അതുപോലെ തന്നെ പാർലമെന്റേറിയൻ, എന്നതിനപ്പുറത്ത് ബഹുഭാഷാ പണ്ഡിതൻ, അദ്ദേഹത്തിന് സമസ്ത മേഖലയിലും തികഞ്ഞ അവഗാഹമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി സ്ത്രീകളൊക്കെ വഴിയിൽ ഉടനീളം കാത്തു നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതായത് അത്രയും വലിയ ഫാൻ ബേസ് സമദാനിക്കുണ്ട്. അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകേണ്ട സാധ്യതകളെ പോലും ഫാൻ ബേസ് സ്വന്തം വ്യക്തിത്വം കൊണ്ട് അല്ലെങ്കിൽ തന്റെ ആരാധകര വൃന്ദങ്ങളെ കൊണ്ട് സമദാനിക്ക് മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റുന്നുണ്ട് അവിടെ. അതൊരു യാഥാർത്ഥ്യമാണ്. സമദാനി എന്ന വ്യക്തി രാഷ്ട്രീയ നേതാവിനപ്പുറത്ത് ഒരു വ്യക്തിപ്രഭാവമുള്ള ആളാണ്. ആ വ്യക്തിപ്രഭാവം പൊന്നാനിയിൽ പക്ഷേ ഇപ്പോൾ ഈ പൊന്നാനിയിലെ 7 മണ്ഡലങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 80,000 വോട്ടുകൾ. അത്രയാണല്ലോ ഇപ്പോൾ LDF കണക്കാക്കുന്നത്. ഇത് മറികടക്കാനായിട്ട് KS ഹംസ എന്നുള്ള വിമതനെ, അതായത് ലീഗിൽ നിന്ന് പോകുന്നയാളാണല്ലോ KS ഹംസ. അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ രംഗത്തിറക്കുന്നതോടുകൂടി, അത് മാത്രമല്ല സമസ്ത ഇല്ലേ, സമസ്തയുടെ പിന്തുണ അത് മാത്രമല്ല സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പരസ്യം വരികയും അതിനെ ലീഗുകാർ തന്നെ കത്തിക്കുകയും ചെയ്യുന്നു. ഈ വിഷയം അവസാന നിമിഷം ആളി കത്തിച്ചാൽ അതിന് ഗുണം കിട്ടുക സ്വാഭാവികമായിട്ടും LDFനായിരിക്കുമല്ലോ. അങ്ങനെ ആ 80,000 ഡിഫറൻസ് 193 അവിടെ നിൽക്കട്ടെ, അത് അന്നത്തെ ഒരു സാഹചര്യവും എല്ലാം കണക്കിലെടുത്താണ് ETക്ക് അത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ ഈ 80,000 ഡിഫറൻസ് അത് മറികടക്കുക അതൊരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പൊന്നാനിയിൽ പക്ഷേ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് LDF കാണുന്നത്? അതെ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 80,000 ഭൂരിപക്ഷം മറികടക്കാനുള്ള വഴികൾ LDFന് ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടുന്ന LDFന്റെ ഉറച്ച വോട്ട് ഡിഫറൻസ് ആണ് 80,000. അതിനപ്പുറത്തുള്ള വോട്ട് ബാങ്കിൽ നിന്നുള്ള വോട്ട് ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് KS ഹംസ എന്ന മുൻ ലീഗ് നേതാവിനെ തന്നെ പൊന്നാനിയിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. ഹംസയുടെ സ്വന്തം വ്യക്തിപ്രഭാവത്താൽ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്താൽ, സ്വന്തം സ്വാധീനത്താൽ ഈ വോട്ടുകൾ ലീഗിൽ നിന്നും ലീഗിനൊപ്പം നിൽക്കുന്നവരിൽ നിന്നും, അത് സാമുദായിക സാംസ്കാരിക സംഘടനകളാവട്ടെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളാവട്ടെ, അവരിൽ നിന്ന് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ 3ാം തവണയും പൊന്നാനിയിൽ ഒരു പരീക്ഷണത്തിന് ഇടതുപക്ഷം തയ്യാറാകുന്നത്. ഹംസയുടെ പ്രചാരണത്തിൽ കൃത്യമായിട്ട് ഹംസ മുനവെച്ചുകൊണ്ട് തന്നെ ലീഗിനെതിരെ സംസാരിക്കുന്നു, ലീഗ് നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നു. അതാണ് ഹംസയുടെ പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഹംസ പ്രതീക്ഷിക്കുന്നത് സമസ്തയിൽ നിന്നും ലീഗിൽ നിന്നും വോട്ട് ലഭിക്കും എന്ന് തന്നെയാണ്.
ഈ ആകെ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് നിയമസഭാ മണ്ഡലങ്ങൾ കണക്കെടുത്തൽ. 3 ഇടങ്ങളിൽ മാത്രമാണ് UDF ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെജോറിറ്റി, തിരൂരങ്ങാടിയും കോട്ടക്കലും തിരൂരും. ഈ 3 മണ്ഡലങ്ങളിൽ പക്ഷേ ലഭിക്കുന്ന ഭൂരിപക്ഷം LDF മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതലാണെന്ന വിലയിരുത്തൽ UDF അതായത് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 1 ലക്ഷത്തിന് താഴേക്ക് ഭൂരിപക്ഷം വന്നാൽ അത് LDF നേടാൻ കഴിയുന്നതിന്റെ പരമാവധിയാകും ആ ഭൂരിപക്ഷം കുറയ്ക്കുന്നത് എന്നൊരു കണക്കൂട്ടലാണ് UDF സംബന്ധിച്ച്. LDF ആണെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് ലീഗിൽ നിന്നുള്ള വോട്ടുകൾ ചോർച്ച കൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ തിരിച്ചടിയാകാനുള്ള ഒരു കാര്യം തുടർച്ചയായി ഈ പ്രചരണത്തിന്റെ 1-ാം ദിവസം മുതൽ ലീഗ് നേതൃത്വത്തിനെതിരെ ഹംസ നടത്തുന്ന പ്രചാരണം, അത് പ്രത്യേകിച്ച് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണത്തിന് കാരണക്കാരായത് ഈ ലീഗ് നേതൃത്വത്തിന്റെ ഈ അഴിമതിയാണ്, അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ കൈമാറ്റമാണ്, ചന്ദ്രികയിലെ അത് ഡെപ്പോസിറ്റ് ചെയ്തതിനെ തുടർന്നുള്ള ED ചോദ്യം ചെയ്ത വിഷയങ്ങളാണ്. അത്തരത്തിൽ ലീഗ് നേതൃത്വത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ഹംസ. വൈകാരികമായ ഒരു വിഷയമാണ്. പക്ഷേ ഈ അബ്ദുൾ സമദ് സമദാനി എന്നയാളുടെ ഒരു വ്യക്തിപ്രഭാവം അവിടെ പ്രധാനപ്പെട്ടതാണ്. അത് ലീഗിന് ഗുണകരമാകും എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് ഒരു ബാലികേറ മലയാണ് പൊന്നാനി. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF ഈ ലീഗ് വിശദമാക്കുന്ന ഈ ഹാട്രിക് നേടിയ ETയെ മാറ്റിയിട്ടുള്ള ആ ഒരു പരീക്ഷണം, അത് ഈ സമസ്തയുടെ ഒരു സ്വാധീനം കൊണ്ട് അത് കൂടുതൽ ഗുണകരമാകും, അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയാണോ അതിനകത്ത് വരുന്നത്? അല്ല, തുടക്കത്തിൽ അങ്ങനെ ഒരു ആരോപണവും ഒക്കെ വന്നിരുന്നു, പേടിച്ചിട്ടാണ് ETയെ മാറ്റുന്നത് എന്നൊക്കെ. പക്ഷേ പൊന്നാനി പോലെയുള്ള മണ്ഡലത്തിൽ അങ്ങനെ ETക്ക് ഇപ്പോൾ പേടിച്ച് പിന്മാറേണ്ട ഒരു സാഹചര്യമൊന്നും നിലവിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും എതിർ സ്ഥാനാർത്ഥിയായിട്ട് ആര് വന്നാലും പൊന്നാനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അത് മാത്രമല്ല അവിടെ ഒരു വലിയ വിഷയമായിട്ട് വരുന്നത് CAA വിഷയമാണ്. അതിപ്പോൾ LDFും അതിനെതിരെ രംഗത്തുണ്ട് എങ്കിൽ പോലും അത് ലീഗിനെയാണ് കൂടുതലായിട്ടും ഗുണകരമായിട്ട് സ്വാധീനിക്കുക. ലീഗിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരും. ഇവിടെ അബ്ദുൾ സമദ് സമദാനി വന്നതോടുകൂടി കൂടുതൽ ശക്തമായിട്ട് ലീഗ് കോട്ടകളിലേക്ക് കടന്നു ചെല്ലുവാൻ മുസ്ലിം ലീഗിന് കഴിയും. അത് വോട്ട് ചോർച്ച ഉണ്ടാകാതിരിക്കുക. അതാണ് സമദാനി പറഞ്ഞൊരു കാര്യം തന്നെയുണ്ടല്ലേ, മറ്റ് ചട്ടികളിൽ നിന്ന് വോട്ടുകൾ ഇങ്ങോട്ട് ചോർന്നു വരികയാണ് ചെയ്യുന്നത് ഞാൻ വന്നതോടുകൂടി എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. 62.4% മുസ്ലിം സമുദായം പൊന്നാനിയിലുള്ളത്. ഇത് വിഭജിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് ഫലവത്തായില്ല എന്നുള്ളത് തന്നെയാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇനി BJPയുടെ ഒരു പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്നതുകൂടി നോക്കാം. അനുമോദിലേക്ക് തിരികെ എത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പ്രവചനം ആവശ്യമില്ലാത്ത മണ്ഡലം, സസ്പെൻസ് ഇല്ലാത്ത മണ്ഡലം, ഇതൊക്കെ തന്നെയാണ് പൊന്നാനി. ഈ ലാസ്റ്റ് ട്രെൻഡിലോട്ട് കടക്കുമ്പോൾ ഇനി അത് മാറ്റി പിടിക്കേണ്ട ത്രികോണ മത്സരം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പൊന്നാനിയിൽ അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഒന്നുമില്ല. മാത്രമല്ല അത് BJP അവിടെ വോട്ട് കൂട്ടുന്നതിന് വേണ്ടി മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഇപ്പോൾ 37% ഹിന്ദു സമുദായമുണ്ട് മണ്ഡലത്തിൽ. ആ വോട്ടുകളൊക്കെയാണ് BJP ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ 10% വോട്ടുകളിലെ വോട്ടുകൾ കിട്ടിയതാണ്. 1,10,000 വോട്ടാണ് അന്ന് VT രമ നേടിയത്. 1,50,000 ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് BJP ഇത്തവണ. മാത്രമല്ല നിവേദിത സുബ്രഹ്മണ്യമാണ് അവിടെ വരുന്നത്. മോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുവാനുള്ള അവസരവും നിവേദിതയ്ക്ക് കിട്ടിയിരുന്നു. അങ്ങനെ BJP കുറെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ഒരു പ്രതീക്ഷ ഫലവത്താകുമോ അനുമോദ്? ആ ഒരു പ്രാതിനിധ്യം BJPക്ക് ഈ 2 മുന്നണികളുടെയും അടുത്ത മത്സരത്തിനിടയിൽ ഉണ്ടോ? BJPയെ സംബന്ധിച്ച് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കുക മാത്രമാണ് അവരുടെ ഏക ഉദ്ദേശവും ലക്ഷ്യവും. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ടുകൾ ലഭിക്കുക. നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ 1.5 ലക്ഷമൊക്കെ പ്രതീക്ഷിച്ചാൽ തന്നെയും പരമാവധി അവർക്ക് നേടാൻ കഴിയുക ഏകദേശം 1.25 ലക്ഷം. അതൊരു പരമാവധിയാണ്. പക്ഷേ അത്രയൊന്നും പോകില്ല എന്നൊരു കണക്കൂട്ടലാണ് മറുവിഭാഗത്തിലുള്ളത്. 1 ലക്ഷത്തിൽ താഴേക്ക് വോട്ട് കുറയും എന്നൊരു കണക്കൂട്ടലാണ് മറ്റ് മുന്നണികൾക്കുള്ളത്. പക്ഷേ BJPയെ സംബന്ധിച്ച് 1.25 ലക്ഷം വോട്ട് കിട്ടിയാൽ തന്നെ ഈ ഘട്ടത്തിൽ അതൊരു മുന്നേറ്റം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തൃത്താലയിലും പൊന്നാനിയിലുമാണ് അവർ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത്. ആ 2 മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം BJPക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നൊരു കണക്കുകൂട്ടലാണുള്ളത്. മറ്റു മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരിക്കലും മുസ്ലിം ലീഗിന്റെ മെജോറിറ്റി ഉള്ള ഇടങ്ങളിലൊക്കെ CAA അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. മോദി കൊണ്ടുവന്ന വികസനം എന്ന മുദ്രാവാക്യത്തെക്കാൾ കൂടുതൽ CAA വിരുദ്ധ പ്രതിഷേധവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ് മറ്റു മണ്ഡലങ്ങളിലൊക്കെ പ്രതിഫലിക്കുക. ആ ഒരു ഘട്ടത്തിൽ BJPയെ സംബന്ധിച്ച്
1,00,000-ൽ കൂടുതൽ വോട്ട് ലഭിച്ചാൽ, കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 15,000 വോട്ടുകളിൽ കൂടുതൽ ലഭിച്ചാൽ അത് വലിയ നേട്ടമായിട്ട് തന്നെ കാണാം. അതിനപ്പുറത്തേക്കൊരു വോട്ട് അവർക്ക് നേടാൻ കഴിയുമെന്ന കണക്കൂട്ടൽ ഈ ഘട്ടത്തിൽ നമുക്ക് നടത്താൻ കഴിയില്ല. തന്നെയല്ലേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം നടന്നിരുന്നു അവിടെ. അപ്പോഴും CAA തന്നെയാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ആര് എന്ന കാര്യത്തിൽ ചാമ്പ്യൻ ആര് എന്നുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് പൊന്നാനിയാണല്ലോ. തീർച്ചയായും CAA തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ടുള്ളത്. CAA തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. ഇവിടെ ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട്. 23-ാം തീയതി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി പൊന്നാനി മണ്ഡലത്തിൽ എത്തും എന്ന് പറയുന്നുണ്ട്. ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസും മുസ്ലിം ലീഗും CAA വിരുദ്ധ വിഷയത്തിലാണെങ്കിൽ അത് ന്യൂനപക്ഷത്തിനൊപ്പമാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും അവരുടെ ഈ പത്രികയിൽ, അതായത് വാഗ്ദാനങ്ങളിൽ ഈ CAA ഒഴിവാക്കുമെന്ന കാര്യം ഇല്ല എന്നൊരു പ്രചാരണമാണ് ഇടതുപക്ഷം നടത്തുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പൊന്നാനിയിൽ വന്ന് ഒരു പ്രസംഗം നടത്തുകയും അതിൽ CAA അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുകയും ചെയ്താൽ അത് വലിയ മാറ്റം ഒരുപക്ഷെ ഈ അവസാന ദിവസങ്ങളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിലാണെങ്കിൽ CAA വിരുദ്ധ പ്രചാരണം ഇടതുപക്ഷം എത്ര ശക്തമായിട്ട് നടത്തിയാലും ആ വിഷയത്തിൽ ഒരു എഡ്ജ്, ഒരു മുൻതൂക്കം നിലവിൽ മുസ്ലിം ലീഗിനുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെ ചാമ്പ്യൻ ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസും CPM തമ്മിലാണ് അങ്ങനെ ഒരു തർക്കം നടക്കുന്നതെങ്കിൽ അവിടെ ഒരു എഡ്ജ് CPM-ന് കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് അങ്ങനെ ഒരു എഡ്ജ് എന്തായാലും LDF-ന് കിട്ടുകയില്ല. അത് മാത്രമല്ല രാഹുൽ വരുന്നുണ്ട് അങ്ങോട്ട്. അതെ, വലിയ പ്രവചനം, വലിയൊരു മത്സരം, ഇനി അവിടെ ആ ഒരു കളമില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ തോന്നുന്നത്. അതായത് അപർണ എന്തായാലും 2014 പോലെയുള്ള ഒരു ഫൈറ്റ് അവിടെ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷ പ്രതീതിയിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല അന്ന് V. അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഹംസയെ വില കുറച്ച് കാണുകയല്ല, പക്ഷേ ഹംസയ്ക്ക് എത്രമാത്രം ഇക്കാര്യത്തിൽ മുന്നേറാൻ കഴിയുമെന്നുള്ള വലിയ തോൽവി ഇടതുപക്ഷത്തിന് മുന്നിലുണ്ട്. അത് മറികടന്നുകൊണ്ട് ഒരല്പം മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ എന്നുള്ള ഇപ്പോഴത്തുള്ള ഒരു സാഹചര്യത്തിൽ അതൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ ഈ ആവേശം അല്ലെങ്കിൽ ഈ ഒരു സസ്പെൻസ് കുറഞ്ഞ ഒരു മണ്ഡലമായിട്ട് പൊന്നാനി മാറുകയാണ്. എങ്കിൽ പോലും അവസാന ലാപ്പിൽ എന്തെങ്കിലും പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ LDF-ന് കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ അതിൽ അങ്ങനെ പ്രയോഗിച്ചാൽ തന്നെ അതിൽ എത്രമാത്രം വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് അടുത്ത അരമണിക്കൂർ പക്ഷേ നമുക്ക് പ്രവചനാതീതമായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ചാലക്കുടിയിലേക്ക്. ശരിയാണ്, ചാലക്കുടി ഇത്തവണ സസ്പെൻസ് ഉള്ള ഒരു മണ്ഡലം. ആരുടെ കോട്ടയാണെന്ന് പറയാൻ കഴിയില്ല. മുകുന്ദപുരമായിരുന്നപ്പോൾ UDF-ന്റെ കോട്ടയായിരുന്ന സ്ഥലമാണ്. അത് പിന്നെ ചാലക്കുടിയായി മാറിയപ്പോൾ ഇടതിനെയും വലതിനെയും ഒരുപോലെ പിന്തുണച്ചിട്ടുമുണ്ട് പൊതുവായിട്ട്. പക്ഷേ ചാലക്കുടി ഒരു UDF മണ്ഡലം എന്ന രീതിയിലാണ് വിലയിരുത്തുന്നത്. പക്ഷേ ഇത്തവണ ചില ട്രെൻഡുകളിൽ മാറ്റം വന്നിരിക്കുന്നു, മത്സരങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വരാം. ടോം കുര്യാക്കോസ് ഉണ്ട് ചാലക്കുടിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ.